ഇന്നലെ വളരെ വൈകി ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വന്നത്. അതിനുശേഷം ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഡൽഹിയിലേക്ക് വരേണ്ടി വന്നതിനാൽ അവിടെ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തോ നിന്ന് ഈ കാര്യങ്ങൾ ജനങ്ങളോട് സൂചിപ്പിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ കണക്കുമായിട്ട് താരതമ്യം ചെയ്താൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 65,277 വോട്ടിൻ്റെ വർധനവാണ് ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 7% വോട്ടിൻ്റെ വർധനവ്. 2,46,502 നിന്ന് 3,11,779 NDAയുടെയും BJPയുടെയും വോട്ട് വർദ്ധിച്ചപ്പോൾ UDFൻ്റെ വോട്ട് 3,79,469 നിന്ന് 3,28,051 ഏതാണ്ട് 51,000 വോട്ട് UDFന് നഷ്ടപ്പെട്ടു. LDFന് 3,40,298 ഉണ്ടായിരുന്നത് 3,27,366 ഏതാണ്ട് 13,000 വോട്ട് LDFനും നഷ്ടപ്പെട്ടു. ഏതാണ്ട് 1.5% വോട്ട് LDFന്, ഏതാണ്ട് 4-5% വോട്ട് UDFന് ആറ്റിങ്ങലിൽ നഷ്ടപ്പെട്ടു. ഇതാണ് വസ്തുത. പക്ഷേ ഈ വസ്തുത തിരിച്ചറിയുന്നതിന് പകരം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 2 എതിർ സ്ഥാനാർത്ഥികൾ ഇന്നലെ മുതൽ ജനങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി പണമൊഴുക്കി വോട്ട് വാങ്ങി എന്നാണ് ഇവർ രണ്ടുപേരും നടത്തുന്ന പ്രചരണം. എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങലിലെ ജനങ്ങൾ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങലിലെ ജനങ്ങളെ പണം ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ആരാണ് പ്രചരണ കാലത്ത് ശ്രമിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ കാലത്ത് അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇതേ കാര്യം ആവർത്തിച്ചിരിക്കുകയാണ്. 2 CPMൻ്റെ സിറ്റിംഗ് നിയമസഭാ മണ്ഡലങ്ങളിൽ ജനങ്ങൾ അവരെ തിരസ്കരിച്ചതിന് BJPയെ കുറ്റം പറയരുത് എന്നാണ് എനിക്ക് CPMനോട് പറയാനുള്ളത്. 15,000 വോട്ടിൻ്റെ കഷ്ടിച്ചുള്ള വ്യത്യാസമാണ് NDAയും അല്ലെങ്കിൽ BJP NDAയും CPMും തമ്മിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേറ്റുകളുടെയും പിന്തുണയില്ലായിരുന്നു, ഒരു മാധ്യമങ്ങളുടെയും പിന്തുണയില്ലായിരുന്നു, BJPയെ സഹായിക്കാൻ ഒരു യൂട്യൂബുകാരും രംഗത്തിറങ്ങിയില്ലായിരുന്നു. മാത്രമല്ല, ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ പരസ്യമായിട്ട് അവരുടെ വാർത്താ അവലോകനങ്ങളിൽ പറഞ്ഞത് മുരളീധരന് കഴിഞ്ഞ തവണത്തെ വോട്ട് പിടിച്ചു നിർത്താൻ സാധിക്കുമോ എന്നടക്കം ചോദിച്ച ആളുകൾ. ഏതായാലും 2 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തും മറ്റൊരിടത്ത് 2-ാം സ്ഥാനത്തും എത്താൻ ആറ്റിങ്ങലിൽ സാധിച്ചു. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും. അതിൽ തന്നെ ഏറ്റവും ഗ്ലാമർ കുറഞ്ഞ പ്രചരണമാണ് ആറ്റിങ്ങലിൽ നടന്നത്. പക്ഷേ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. മാത്രമല്ല, അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികളോട് ആറ്റിങ്ങലിലെ ജനങ്ങൾ കാണിച്ച താൽപ്പര്യം. 2, അഴിമതി വിരുദ്ധ ഭരണത്തോട് ആറ്റിങ്ങലിലെ ജനങ്ങൾക്കുള്ള ആഭിമുഖ്യം. 3, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ കാരണഭൂതനോട് പിണറായി വിജയനും കുടുംബവും കാണിക്കുന്ന പച്ചയായ കൊള്ളയോട് അവിടുത്തെ ജനങ്ങൾക്കുള്ള അമർഷം. ഇത് 3ഉം ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. കാരണം
ഇന്ത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള രണ്ട് മുന്നണികൾ അതിൽ CPM-നോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ ആ വോട്ട് ചെയ്യുന്നത് വ്യർത്ഥമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവുള്ള ധാരാളം ആളുകൾ, ഏതാണ്ട് 70,000-ഓളം 65,000-ഓളം ആളുകൾ BJPക്ക് പുതുതായിട്ട് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, അത് തീർച്ചയായിട്ടും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടർമാരായിരുന്നവരാണ്. അവർക്ക് അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടോ പാർട്ടിയുടെ നയങ്ങളോടോ ഉള്ള എതിർപ്പ് കാരണം, വിയോജിപ്പ് കാരണമാണ് അവർ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തത് എന്ന് ഇനിയെങ്കിലും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ രണ്ട് എതിർ സ്ഥാനാർത്ഥികൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് മനസ്സിലാക്കാതെ BJPക്കെതിരായിട്ടും ജനങ്ങൾക്കെതിരായിട്ടും വ്യാജ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് കൊണ്ട് വസ്തുതകൾ മറച്ചു വെക്കാൻ നിങ്ങൾക്കാവില്ല. ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ ചാഞ്ചല്യമുണ്ടാക്കാനുള്ള ശ്രമം നടത്തി, പണമൊഴുക്കിയതിൻ്റെ തെളിവുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാവുന്ന വിഷയങ്ങളാണ്. ബഹുമാന്യനായിട്ടുള്ള എതിർ സ്ഥാനാർത്ഥി ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തിന് നൽകാനുള്ള ഉപദേശം. മാത്രമല്ല, നിർമ്മല സീതാരാമൻ നടത്തിയ പരിപാടിയെ സംബന്ധിച്ചും പങ്കെടുത്ത പരിപാടിയെ സംബന്ധിച്ചും അതോടൊപ്പം നെഹ്റു യുവകേന്ദ്ര നടത്തിയ ജോബ് എക്സ്പോയിനെ കുറിച്ചുമൊക്കെ ഇന്നലെ നമ്മുടെ സിറ്റിംഗ് MP-യുടെ ആക്ഷേപവും ഞാൻ കേട്ടു. നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി വന്നത് ധനകാര്യ വകുപ്പിൻ്റെ പരിപാടിയിലാണ്. ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് ശ്രീ അടൂർ പ്രകാശിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു പങ്കെടുക്കേണ്ടത്. നെഹ്റു യുവകേന്ദ്ര പരിപാടികളിൽ നെഹ്റു യുവകേന്ദ്രയുടെ ഉദ്യോഗസ്ഥന്മാർ സിറ്റിംഗ് MP-യെ സമീപിച്ചിരുന്നു. ഇതിലൊന്നും പങ്കെടുക്കാൻ വൈമുഖ്യം കാണിച്ച് മാറി നിന്നൊരാൾ 5 വർഷക്കാലം കോൺഗ്രസ്സുകാരടക്കം മണ്ഡലത്തിൽ MP എവിടെ എന്നന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ പേരിൽ ഏതാണ്ട് 60,000 58,000 വോട്ട് കുറഞ്ഞു പോയപ്പോൾ അതെങ്ങനെയാണെന്ന് പരിശോധിക്കുന്നതിന് പകരം നിർമ്മല സീതാരാമൻ വന്ന പരിപാടിയെക്കുറിച്ചും അതുപോലെ നെഹ്റു യുവകേന്ദ്രയുടെ ജോബ് എക്സ്പോയെക്കുറിച്ചും ഒക്കെ ആക്ഷേപം ചൊരിയുന്നത് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ തെറ്റിദ്ധാരണയുണ്ടാകും എന്നുള്ള ധാരണയിലാണെങ്കിൽ ബഹുമാനനായിട്ടുള്ള MP വസ്തുതകൾ ഇനിയെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ 58,000 വോട്ട് ചോർന്നു പോയത് എന്ന് തിരിച്ചറിയണം. ഒരു കാര്യം കൂടി ഞാൻ ആറ്റിങ്ങലിലെ ജനങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തുടർന്നും ആറ്റിങ്ങലിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന MP-യെ പോലെ ആവില്ല ഞാൻ എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക.